ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാൻ കുക്കറിൽ അരമണിക്കൂർ കൊണ്ട് നല്ല കട്ട തൈര് തയ്യാറാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത്. ആ ടൈമിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് തൈര് ഉറയില്ലാണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത്. ഇന്ന് ഞാൻ 3 വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഉറ ഉപയോഗിക്കാണ്ട് തന്നെ തൈര് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്ററിൻ്റെ ഫുൾ ക്രീം മിൽക്കാണ്. നിങ്ങൾ തൈര് തയ്യാറാക്കുന്ന ടൈമിൽ ഫുൾ ക്രീം മിൽക്കിൽ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല കട്ട തൈര് കിട്ടുകയുള്ളൂ. ആദ്യം നമുക്കിതൊന്ന് തിളപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ ഈ പാലൊന്ന് വേവിച്ചെടുക്കണം. സാധാരണ നമ്മൾ മലയാളികൾ വീട്ടിൽ ഉറയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് കുറച്ച് ഉറയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടാണ് തൈര് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉറയില്ലാണ്ട് തൈര് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതും 3 വ്യത്യസ്തമായ രീതിയിൽ. ഇപ്പം നമ്മുടെ പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയം ടു ലോയിലേക്ക് ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ പാല് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാലിന് ഒരു ഇളം ചൂട് മാത്രമാണുള്ളത്. എപ്പോഴും നമ്മൾ തൈര് തയ്യാറാക്കുന്ന ടൈമിൽ ഇളം ചൂടിൽ വേണം തൈര് തയ്യാറാക്കി എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 3 വ്യത്യസ്തമായ രീതിയിലാണ് തൈര് തയ്യാറാക്കി എടുക്കുന്നു എന്നുള്ളത്. അതിനായിട്ട് ഞാൻ 3 സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളും ഇത് സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഞാൻ ഇതിന് മുന്നേ മൺപാത്രങ്ങളിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ വേണം നമ്മൾ ഉറയില്ലാണ്ട് തൈര് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ തിളപ്പിച്ച പാല് ഈ പാത്രങ്ങളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഉറയില്ലാണ്ട് പാല് തൈരാക്കുന്ന ടൈമിൽ നമ്മൾ 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ പാല് തിളച്ചതിന് ശേഷം 1-2 മിനിറ്റ് വേവിച്ചെടുക്കണം. രണ്ടാമത് വന്നിട്ട് നമ്മൾ എപ്പോഴും സ്റ്റീലിൻ്റെ പാത്രങ്ങളിൽ തന്നെ തൈര് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കണം. മൂന്നാമത് വന്നിട്ട് നമ്മൾ തൈര് തയ്യാറാക്കുന്ന പാല് ഇളം ചൂടുള്ളതായിരിക്കണം. ആദ്യത്തെ രീതി നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ രീതിയിൽ നമ്മൾ തൈര് തയ്യാറാക്കുന്നത് നമുക്ക് കറിക്ക് ഉപയോഗിക്കുന്ന പച്ചമുളക് ഉപയോഗിച്ചിട്ടാണ്. ഞാനൊരു 2 പച്ചമുളക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് മാത്രം ചെയ്താൽ മതി. നമുക്ക് ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ പാല് നല്ലതുപോലെ കട്ട തൈരായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഉറ ഉപയോഗിക്കാണ്ട് നമ്മൾ പാല് തൈരാക്കി മാറ്റുന്ന ടൈമിൽ ഏകദേശം ഒരു ദിവസം വേണ്ടിവരും നമുക്ക് നല്ല കട്ട തൈര് ലഭിക്കാനായിട്ട്. കാരണം ഇവിടെ ഫെർമെൻറ്റേഷൻ്റെ ആ ഒരു റേറ്റ് വളരെ കുറവായിരിക്കും. നമ്മളിതിലേക്ക് ഉറയൊന്നും ഒഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഇവിടെ ഫെർമെൻറ്റേഷൻ നടക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചുമന്ന മുളകാണ്. നമ്മൾ വറ്റൽ മുളക് ഉണ്ടല്ലോ, കടുക് വറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന അത് 2 നമുക്ക് രണ്ടാമത്തെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പലർക്കും ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സംശയമാകാം, നമ്മൾ ഈ ഒരു തൈര് തയ്യാറാക്കുമ്പോൾ തൈരിന് ആവശ്യത്തിന് പുളിയുണ്ടോ എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുളി ഒരു തൈരിനുണ്ടോ എന്നുള്ള കാര്യം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു തൈരിൻ്റെ പുളിപ്പ് അതിനുണ്ടായിരിക്കും. നമുക്ക് കുറച്ച് കൂടുതൽ പുളിപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്തൊരു ദിവസം സൂക്ഷിച്ചാൽ മാത്രം മതി. നല്ല പുളിപ്പ് നമുക്ക് ആ ഒരു തൈരിന് കിട്ടുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ രീതിയിൽ എങ്ങനെയാണ് തൈര് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മൂന്നാമത്തെ രീതിയിൽ നമ്മൾ തൈര് തയ്യാറാക്കി എടുക്കുന്നത് നാരങ്ങാനീര് ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു രീതിയിൽ ഒട്ടുമിക്ക ആളുകളും തൈര് തയ്യാറാക്കി എടുക്കാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഉറ ഉപയോഗിക്കാതെ. ഇനി നമുക്ക് കുറച്ച് നാരങ്ങാനീര് മൂന്നാമത്തെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഉറ ഉപയോഗിക്കാണ്ട് തൈര് തയ്യാറാക്കുന്ന ടൈമിൽ ആ തൈരിന് നമ്മുടെ സാധാരണ തൈരിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കത്തില്ല. നമ്മൾ ഏത് ഏജൻറ്റ് ഉപയോഗിച്ചിട്ടാണോ ആ ഒരു തൈര് തയ്യാറാക്കി അതിൻ്റെ ചെറുതായിട്ടൊരു ടേസ്റ്റ് നമ്മുടെ തൈരിനുണ്ടായിരിക്കും. അതായത് നാരങ്ങാനീര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തൈര് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു നാരങ്ങാനീരിൻ്റെ ഒരു ഇനിപ്പ് ചവ നമുക്ക് ആ ഒരു തൈരിനുണ്ടാവും. അതെല്ലാം മുളകാണെന്നുണ്ടെങ്കിൽ ആ മുളകിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ആ ഒരു തൈരിനുണ്ടായിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഈ തൈര് ഉപയോഗിച്ചിട്ട് മോരുകറിയൊക്കെ വെക്കുന്ന ടൈമിൽ ഒട്ടും തന്നെ ടേസ്റ്റ് വ്യത്യാസമൊന്നും നമുക്ക് അറിയുകയില്ല. തൈരായിട്ട് കഴിക്കുന്ന ടൈമിലാണ് നമുക്ക് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാകുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ അടച്ചതിന് ശേഷം ഒരു 24 മണിക്കൂർ നേരത്തേക്ക് സെറ്റാകാനായിട്ട് മാറ്റി വെക്കാം. നല്ലതുപോലെ അടച്ചിട്ട് വേണം വെക്കാനായിട്ട്. കാരണം ഇതിനുള്ളിൽ പ്രാണികളൊന്നും തന്നെ പോകാത്ത രീതിയിൽ വേണം ഇത് അടച്ച് നമ്മൾ വെക്കാനായിട്ട്. ഇപ്പം ഒരു ദിവസം കഴിഞ്ഞ് നമ്മുടെ തൈര് നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഉറയൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിൽ നിന്ന് പച്ചമുളകും ഒരു വറ്റൽമുളകും ഒക്കെ മാറ്റിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഉറയില്ലാണ്ട് 3 വ്യത്യസ്തമായ രീതിയിൽ തൈര് തയ്യാറാക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.